എത്തനോൾ ബ്ലെൻഡിങ്ങിനെ പറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ടായിരുന്നു? കാണിച്ചു തരാം. ക്ഷമിക്കണം, അങ്ങനെ ഒരു സംഭവം ഇല്ല. എത്തനോൾ ബ്ലെൻഡിങ്ങിൻ്റെ കേസിൽ എടുത്തു ചാടി ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി. അതിനുള്ള കാരണം പറഞ്ഞുതരാം. ഇനി പറയാൻ പോകുന്ന കാര്യം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, ബട്ട് അറിയാത്തവർക്ക്. എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഇതിൻ്റെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി 2014 അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമോ ഒന്നുമല്ല. 2001 ഇതിനുള്ള പ്ലാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. പിന്നീട് 2003 ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ ദി NDA ഗവൺമെൻറ്. അപ്പോൾ അന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5% എത്തനോൾ ബ്ലെൻഡിങ് ആയിരുന്നു പ്ലാൻ. അപ്പോൾ ഈ 2003 5% എത്തനോൾ ബ്ലെൻഡിങ് കൊണ്ടുവന്നത് 9 സംസ്ഥാനങ്ങളിലായിരുന്നു. പിന്നീട് കോൺഗ്രസ് പാർട്ടി വന്നു, അവരും അതേപോലെ അത് തുടർന്നു, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്കും എക്സ്പാൻഡ് ചെയ്തു. 2014 BJP ഗവൺമെൻറ്, NDA ഗവൺമെൻറ് വന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു 2022 ആയപ്പോൾ 5 നിന്നും 10 അത് കഴിഞ്ഞ് 2025 ആയപ്പോൾ അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നമുക്ക് പണി കിട്ടി തുടങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. 2025 കഴിഞ്ഞപ്പോൾ അത് E20 എത്തനോൾ ബ്ലെൻഡിങ് എന്ന ഒരു പ്ലാനിലോട്ട് അവർ വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, എത്തനോൾ ബ്ലെൻഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് ഗുണങ്ങളുണ്ട്. ഈ പൊല്യൂഷൻ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെയുള്ള ഗുണം എന്ന് പറയുന്നത് ഫാർമേഴ്സിനൊക്കെ ഒരുപാട് സഹായമാവും എന്നാണ് ഗവൺമെൻറ്റൊക്കെ പറയുന്നത്. അതും ഈ റൈറ്റ് വിങ് പാർട്ടിയൊക്കെയാണ് ഫാർമേഴ്സിനൊക്കെ സഹായമാവും എന്ന് പറയണേ. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് വണ്ടിയുടെ മൈലേജിനെ ഇത് ബാധിക്കുമെന്ന് നമ്മുടെ ഗഡ്കരി സാർ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2023 മുന്നുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഇത് കാര്യമായിട്ട് ബാധിക്കും. 2023 ശേഷം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വണ്ടികളാണെങ്കിൽ എത്തനോൾ കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികളാണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസ്സിന് ഇതിൽ എന്തുകൊണ്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് ഇതിൽ ഒരു ശബ്ദമുയർത്താൻ പറ്റുന്നില്ല? കാരണം പറഞ്ഞുതരാം. എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷുഗർ കെയിനിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഈ ഒരു ഷുഗർ കെയിൻ ബെൽറ്റ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 3 സംസ്ഥാനങ്ങളാണ് മെജോറിറ്റിയിൽ നിൽക്കുന്നത്: ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക. ഉത്തർപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര BJP ആണ് ഭരിക്കുന്നത്. കർണാടക വരികയാണെങ്കിൽ അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഈ 3 സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിലും എത്തനോൾ ബ്ലെൻഡിങ് അല്ലെങ്കിൽ ഷുഗർ കെയിൻ മിൽ, ഇതിലൂടെ പ്രോഫിറ്റ് നേടുന്നത് BJPയുടെ പൊളിറ്റീഷ്യൻസും ഉണ്ട്, കോൺഗ്രസിൻ്റെ പൊളിറ്റീഷ്യൻസും ഉണ്ട്. അമിത് ദേശ്മുഖ്, വിശ്വജീത് ഖഡം. അപ്പോൾ ഇവർ രണ്ടുപേരും കോൺഗ്രസ് പൊളിറ്റീഷ്യൻസ് ആണ്. സിറ്റിംഗ് MLA ആണ്. രണ്ടുപേരും മഹാരാഷ്ട്രക്കാരാണ്. രണ്ടുപേരുടെയും ഫാമിലി ഷുഗർ മിൽ ബിസിനസ് നടത്തുന്നവരാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. വേറൊരാൾ അശോക് ചവാൻ, പഴയ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, ഇപ്പോൾ BJPയിലാണ്. മൂപ്പരും ഷുഗർ മിൽ ബിസിനസ്സിലുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്ലിയറാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിൽ അധികം ഒരു വോയിസ് ഒന്നും റേസ് ചെയ്യാത്തത്. കോൺഗ്രസിൻ്റെ കുറച്ച് ലീഡേഴ്സൊക്കെ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഗഡ്കരിയുടെ മക്കളുടെ ഈ ഒരു ഗ്രോത്തിനെ പറ്റിയൊക്കെ സംസാരിച്ച് അതിനെതിരെയൊക്കെ അന്വേഷണം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഗഡ്കരിയുടെ മക്കളുടെ കേസ് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗഡ്കരിയുടെ മക്കളായ നിഖിൽ ഗഡ്കരി ആൻഡ് സാരംഗ് ഗഡ്കരി രണ്ടുപേരും കോർപ്പറേറ്റ് മുതലാളിമാരാണ്. CIAN അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയുടെ മുതലാളിമാരാണ് നിഖിൽ ഗഡ്കരി ആൻഡ് സാരംഗ് ഗഡ്കരി. അപ്പോൾ ഇവരുടെ കമ്പനിയുടെ ഒരു ഗ്രോത്തിനെ പറ്റിയൊന്ന് പറയുകയാണെങ്കിൽ 2024 17 കോടി റവന്യൂ ഉണ്ടായിരുന്ന കമ്പനി 2025 2026 വരുമ്പോൾ 500 to 1200 കോടിയിലോട്ട് വരികയാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, രാജ്യത്തെ ടോട്ടൽ എത്തനോൾ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ അതിൽ 0.5% മാത്രമാണ് ഈ ഒരു കമ്പനി ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക, കുറേ കാര്യങ്ങളൊക്കെ പിടികിട്ടും.